നമസ്കാരം. പ്രധാന വാർത്തകൾ. മണ്ണാർക്കാട് നഗരസഭയിലെ നികുതി പരിഷ്കരണം സമിതിയെ നിയോഗിക്കാൻ കൌൺസിൽ തീരുമാനം. മുൻകാല പ്രാബല്യത്തോടെ നികുതി പരിഷ്കരണം നടപ്പാക്കിയ തീരുമാനത്തിലാണ് സമിതി ചർച്ച നടത്തുക. രമ്യതയിൽ വിഷയം പരിഹരിക്കുന്നതിനുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന് ചെയർമാൻ സി മുഹമ്മദ് ബഷീർ. താഴേക്കോട് സ്വകാര്യ ബസിൽ വയോധികനെ മർദ്ദിച്ച സംഭവം. ബിഡാത്തി സ്വദേശി ഷഹീർ ബാവയെ പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒളിവിലായിരുന്ന ഷഹീർ ബാവയെ തമിഴ്നാട് തേനിയിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. പുലാമന്തോൾ ബസ് സ്റ്റാൻഡിൽ KSRTC ബസ്സുകൾ കയറാൻ നിർദ്ദേശം. നവംബർ 1 മുതൽ ബസ്സുകൾ കയറി തുടങ്ങും. പഞ്ചായത്ത് പ്രസിഡന്റ് ഗതാഗത മന്ത്രിക്ക് നൽകിയ നിവേദനത്തെ തുടർന്നാണ് നടപടി. ആഫ്രിക്കൻ ഒച്ചുകളെ കൊണ്ട് പൊറുതിമുട്ടി അലനല്ലൂർ കാട്ടുകുളം പ്രദേശത്തെ ജനങ്ങൾ. വീടുകളിലേക്ക് ഒച്ചുകൾ അരിച്ചെത്തുന്നു. കിണറുകളിലെ വെള്ളം പോലും കുടിക്കാൻ കഴിയാത്ത അവസ്ഥയെന്ന് നാട്ടുകാർ. തദ്ദേശ തിരഞ്ഞെടുപ്പ്. കൊപ്പത്ത് LDF-ൽ സീറ്റ് തർക്കം. NCP നേതാവ് P. സുന്ദരൻ ഉൾപ്പെടെ ഒരു വിഭാഗം പ്രവർത്തകർ പാർട്ടി വിട്ട് തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നു. ലയനം PV അൻവർ പങ്കെടുത്ത യോഗത്തിൽ. ചെർപ്പുളശ്ശേരി ഉപജില്ലാ കലോത്സവം 29 മുതൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ. വാർത്തകൾ വിശദമായി. മണ്ണാർക്കാട് നഗരസഭയിലെ നികുതി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് സമിതിയെ നിയോഗിക്കാൻ കൌൺസിൽ യോഗം തീരുമാനിച്ചു. ഇതിനായി നഗരസഭാ അധ്യക്ഷൻ, പ്രതിപക്ഷ നേതാവ്, സ്ഥിരം സമിതി അധ്യക്ഷർ, സെക്രട്ടറി, കെട്ടിടം ഉടമകളുടെ പ്രതിനിധികൾ, നഗരസഭയുടെ അഭിഭാഷകൻ എന്നിവർ അടങ്ങുന്ന സമിതിയാണ് രൂപീകരിക്കുക. 2016-17 മുതൽ മുൻകാല പ്രാബല്യത്തോടെ നികുതി പിരിക്കുന്നതിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ച കെട്ടിടമുടമകൾക്ക് അനുകൂലമായി ഇടക്കാല ഉത്തരവ് ലഭിച്ചിരുന്നു. ഇതിനെതിരെ കൌൺസിൽ തീരുമാനം മറികടന്ന് നഗരസഭാ സെക്രട്ടറി ഹൈക്കോടതിയെ സമീപിച്ചു. 2016-17 മുതൽ മുൻകാല പ്രാബല്യത്തോടെ നികുതി പിരിക്കുന്നതിന് നൽകിയ ഡിമാൻഡ് നോട്ടീസ് നിലനിൽക്കുന്നില്ലെന്ന് കോടതി ഉത്തരവിൽ ഇല്ലെന്നാണ് തിങ്കളാഴ്ച ചേർന്ന കൌൺസിൽ യോഗത്തിലെ അജണ്ടയിലുള്ളത്. ഇല്ലാത്ത അധികാരം വെച്ച് സാധാരണക്കാരിൽ നിന്ന് വൻതുക നികുതി ഈടാക്കിയെന്നും കൌൺസിൽ തീരുമാനം മറികടന്ന് കോടതിയെ സമീപിച്ചതിന് കോടതി ചെലവ് സെക്രട്ടറി സ്വന്തം വഹിക്കണമെന്നും CPM പാർലമെന്ററി പാർട്ടി നേതാവ് TR സെബാസ്റ്റ്യൻ പറഞ്ഞു. സിംഗിൾ ബെഞ്ച് വിധി വന്നപ്പോൾ നമ്മൾ പറഞ്ഞത് ഡിവിഷൻ ബെഞ്ചിലേക്ക് പോകണമെന്ന് സെക്രട്ടറി നമ്മളറിയാതെ പോയതാണ്, നമ്മൾ ശാസിച്ചതാണ്. കൗൺസിലിന്റെ അനുമതി ഇല്ലാതെ പോയപ്പോൾ ഡിവിഷൻ ബെഞ്ചിൽ പോയതിന്റെ വക്കീൽ ഫീസ് സെക്രട്ടറി കയ്യിൽ നിന്ന് കൊടുക്കുന്നതിന് തീരുമാനം ഞാനൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ അന്ന് തന്നെ ഈ ആശങ്ക ഉള്ളത് കൊണ്ട് തന്നെയാണ് കൃത്യമായി അത് ലഭ്യമായ എല്ലാ വിവരങ്ങളും പരിശോധിച്ചിട്ടാണ് 3 വർഷത്തിൽ മേലെ മുൻകാല പ്രാബല്യം കൊടുക്കാൻ കഴിയില്ല. ഏത് കോടതിയിൽ പോയാലും ആ കോടതി വിധി നമുക്ക് എതിരാവും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് വക്കീൽ ഫീസ് സെക്രട്ടറി കൊടുക്കുന്നത്. അതിപ്പോ വീണ്ടും അതേ അന്ന് പറഞ്ഞ തീരുമാനം മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞിട്ട് അതേ രൂപത്തിൽ കോടതി വിധി നമ്മൾ ചർച്ച ചെയ്തില്ല. എന്തായാലും മണ്ണാർക്കാട്ടെ മുഴുവൻ ആളുകൾക്കും ഈ കോടതി വിധിയുടെ ആനുകൂല്യം ലഭിക്കും. അതിസമ്പന്നരായ ആളുകൾക്ക് മാത്രമേ ഒരു ഹൈക്കോടതിയിലൊക്കെ പോയി കേസ് നടത്താൻ ശേഷിയുള്ളൂ. വളരെ പാവപ്പെട്ട ആളുകൾ വലിയ പൈസ അടക്കേണ്ടി വന്ന സാഹചര്യമുണ്ട്. പല ആവശ്യങ്ങൾക്കും ബില്ലിംഗ് സർട്ടിഫിക്കറ്റ് എല്ലാം ലഭിക്കാൻ വേണ്ടി അവർക്ക് കൂടി ആനുകൂല്യം കിട്ടുന്ന രൂപത്തിൽ നമുക്ക് നാട്ടിലെ ജനങ്ങളുടെ ഒരു വിഷയമാണ്. സാധാരണക്കാർക്ക് ആനുകൂല്യം കിട്ടാതിരിക്കുകയും കുറെ കേസ് നടത്താൻ ശേഷിയുണ്ട്. കേസ് നടത്താൻ എല്ലാവരും സമ്പന്നരായതുകൊണ്ട് അല്ല, പലരും പൈസ കടം വാങ്ങിയിട്ട് കേസ് നടത്തിയില്ല. കാരണം ബില്ലിംഗ് വിറ്റാൽ കിട്ടാത്ത പൈസ നികുതി അടക്കണം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർ കേസ് പോകും. എന്ത് മാർഗം ഉപയോഗിച്ചു. എന്തായാലും ഇത് രമ്യമായി പരിഹരിക്കാൻ മണ്ണാർക്കാട്ടെ ടാക്സിന്റെ വിഷയം ഈ ഭരണസമിതി കാലത്ത് ഏറ്റവും കൂടുതൽ വിവാദം ഉണ്ടായ വിഷയമാണ്. അതിനോട് ഒട്ടനവധി തവണ പ്രതിയാക്കപ്പെട്ട വിഷയം. ഞാനാണ് പ്രധാന പ്രതി. 14 ചെയ്യാത്തതിന്റെ സാഹചര്യം ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രളയവും കോവിഡും അതിന്റെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. TR സെബാസ്റ്റ്യൻ ഉൾപ്പെടുന്ന കഴിഞ്ഞ ഭരണസമിതി യഥാസമയം നികുതി പരിഷ്കരണം നടപ്പാക്കാത്തതാണ് നികുതി വിഷയത്തിൽ പ്രതിസന്ധി സൃഷ്ടിച്ചതെന്ന് നഗരസഭാ അധ്യക്ഷൻ C. മുഹമ്മദ് ബഷീർ പറഞ്ഞു. 2016-17 കാലത്തെ നികുതി ഒഴിവാക്കാൻ അനുമതി തേടി സർവകക്ഷി മന്ത്രിയെ കണ്ടെങ്കിലും കാര്യമുണ്ടായില്ല. ഈ സാഹചര്യത്തിൽ കെട്ടിടമുടമകൾക്ക് പ്രയാസമില്ലാതെയും നഗരസഭയ്ക്ക് നിയമപരമായി ബാധ്യത വരാതെയും എങ്ങനെ പരിഹരിക്കാമെന്ന് സമിതി യോഗത്തിൽ ചർച്ച ചെയ്യും. കോടതിയെ സമീപിച്ചവർക്ക് തന്നെ പലതരത്തിലുള്ള വിധിയാണ് കോടതിയിൽ നിന്ന് ലഭിച്ചത്. ലഭിക്കാവുന്ന ആനുകൂല്യം എല്ലാവർക്കും ലഭ്യമാക്കി രമ്യതയിൽ പരിഹരിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നും ചെയർമാൻ പറഞ്ഞു. മിനിസ്റ്ററെ പോയി കണ്ടു. അതിനുശേഷം നമ്മൾ ഈ തീരുമാനം ബിൽഡിംഗ് ഓണേഴ്സിന് കൊടുത്തിട്ടാണ് അവർ കേസിന് പോയത് ഹൈക്കോടതിയിൽ. സിംഗിൾ ബെഞ്ചിൽ നിന്ന് അവർക്ക് അനുകൂലമായ വിധി കിട്ടി. പക്ഷെ ഇപ്പോ വന്നിട്ടുള്ള വിധി ഇത് അവർക്കെതിരാണ്.
അവിടെയാണ് വിഷയം. അപ്പൊ ഇതില് എങ്ങനെ അവര് നമ്മുടെ ഭരണസമിതി എടുത്ത തീരുമാനം 3 വർഷത്തെ ടാക്സ് മതി എന്നുള്ള ആ തീരുമാനം നമ്മൾ ഒന്ന് ഇരുന്ന് അവരെ നമ്മുടെ വക്കീലുമായി സെക്രട്ടറി ആയിട്ട്, മുമ്പ് സെക്രട്ടറി ഇല്ല, പിന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും പിന്നെ പ്രതിപക്ഷ നേതാവും ഒന്നിച്ചിരുന്ന് ബിൽഡിംഗ് ഓണേഴ്സിനെ വിളിച്ചിരുത്തി സംസാരിച്ച് നമുക്ക് അവരെ ഇപ്പോ സെബാസ്റ്റ്യൻ ഓൾസൺ പറഞ്ഞതുപോലെ കോടതി പോയ ആളുകൾക്ക് കിട്ടിയ ആനുകൂല്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇതിലെല്ലാം വിഷയത്തെ വെച്ചെങ്കിൽ ചില ആളുകൾക്ക് 1 വർഷത്തെ റിലാക്സേഷൻ കിട്ടിയിട്ടുണ്ട്, ചില ആളുകൾക്ക് 3 വർഷം കിട്ടിയിട്ടുണ്ട്, 4 വർഷം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു പല രീതിയിലുള്ള ബെഞ്ചുകളിൽ പല വക്കീലന്മാരെ ഒരു ബെഞ്ചിൽ തന്നെ പല വക്കീലന്മാര് ഇത് പ്രസന്റ് ചെയ്തപ്പോ പല രീതിയിലുള്ള വിധി കിട്ടിയിട്ടില്ല. അപ്പൊ അങ്ങനെയൊക്കെ കുറെ അനിശ്ചിതത്വമുണ്ട്. അപ്പൊ അത് എങ്ങനെ നമുക്ക് എല്ലാവർക്കും ഇതിന്റെ ആനുകൂല്യം കിട്ടുന്ന രൂപത്തിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് അവരുമായി കൂടിയാലോചിച്ച് രമ്യതയിൽ നമ്മൾ ആരുടെയും പിടിച്ചു വയ്ക്കാനോ അല്ലെങ്കിൽ അനധികൃതമായിട്ട് ടാക്സ് വാങ്ങാനൊന്നും ഈ ഭരണസമിതിയിൽ ആരും ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ ആരും തയ്യാറായിട്ടില്ല. നമ്മൾ അവർക്ക് അനുകൂലമായിട്ടില്ല. സ്വകാര്യ ബസ്സിൽ വയോധികനെ മർദ്ദിച്ച കേസിൽ ബിഡാത്തി സ്വദേശി ഷഹീർ ഭാവയെ തമിഴ്നാട് തേനിയിൽ നിന്നും പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു. വെള്ളിയാഴ്ച വൈകുന്നേരം താഴേക്കോട് നിന്നും കരിങ്കല്ലത്താണിയിലേക്കുള്ള യാത്രമധ്യേയായിരുന്നു ആക്രമണം. ഹംസയുടെ പരാതിയിൽ ബസ്സിലെ CCTVയിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ ഉൾപ്പെടെ കണക്കിലെടുത്ത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ഷഹീർ ബാവയ്ക്കെതിരെ പെരിന്തൽമണ്ണ പോലീസ് കേസെടുത്തിരുന്നത്. സംഭവത്തിന് ശേഷം ഷഹീർ ബാവ ഒളിവിൽ പോയിരുന്നു. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് തമിഴ്നാട് തേനിയിൽ നിന്നും ഇയാളെ ഞായറാഴ്ച രാത്രിയോടെ പിടികൂടിയത്. ഷഹീർ ബാവ ആക്രമിച്ച താഴേക്കോട് സ്വദേശിയായ ഹംസയുടെ തലയ്ക്കും മുഖത്തും പരിക്കുണ്ട്. പുലാമന്തോൾ ബസ് സ്റ്റാൻഡിൽ KSRTC ബസ്സുകൾ കയറാൻ നിർദ്ദേശം. പുലാമന്തോൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. സൗമ്യ ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറിന് നിവേദനം നൽകിയതിനെ തുടർന്നാണ് നടപടി. നവംബർ 1 മുതൽ ബസ്സുകൾ കയറി തുടങ്ങും. പുലാമന്തോൾ ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ KSRTC ബസ്സുകൾ കയറി സർവീസ് നടത്തുന്നതിന് നിർദ്ദേശമായി. പുലാമന്തോൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. സൗമ്യ ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറിന് നിവേദനം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെടുത്തത്. പൊതുജനങ്ങൾക്ക് ബസ്സുകൾ കാത്തുനിൽക്കുന്നതിനും കൂടുതൽ സൗകര്യപ്പെടുത്തുകയുമാണ് ഉദ്ദേശം. മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് KSRTC അധികൃതർ പെരിന്തൽമണ്ണ ATOയ്ക്ക് നിർദ്ദേശം നൽകി. തുടർന്ന് പെരിന്തൽമണ്ണ അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ ഉണ്ണികൃഷ്ണൻ പിള്ള, കൺട്രോളിംഗ് ഓഫീസർ സുനിൽകുമാർ, വെഹിക്കിൾ ഇൻസ്പെക്ടർ അബ്ദുറഹ്മാൻ മുക്രിയിൽ, AM പരമേശ്വരൻ എന്നിവർ കഴിഞ്ഞ ദിവസം ബസ് സ്റ്റാൻഡ് പരിശോധിച്ചു. KSRTC ബസ്സുകൾക്ക് സർവീസ് നടത്താൻ പര്യാപ്തമാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നവംബർ 1 മുതൽ KSRTC ബസ്സുകൾ ബസ് സ്റ്റാൻഡിൽ കയറി ട്രയൽ റൺ നടത്തും. പുലാമന്തോൾ ടൗണിലെ നിലവിലുള്ള സ്റ്റോപ്പിൽ ബസ്സുകൾ നിർത്തുന്നത് തുടരുമെന്നും അധികൃതർ അറിയിച്ചു. അലനല്ലൂർ കാട്ടുകുളം പ്രദേശത്തെ ജനങ്ങൾ ആഫ്രിക്കൻ ഒച്ചുകളെ കൊണ്ട് പൊറുതിമുട്ടിയ സ്ഥിതിയിലാണ്. കിണറ്റിലെ വെള്ളം പോലും വിശ്വസിച്ച് കുടിക്കാൻ കഴിയാത്ത അവസ്ഥ. കൃഷികളും ഇവ നശിപ്പിക്കുന്നുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഒച്ചുകളെ തുരത്തുവാനുള്ള ശാശ്വത പരിഹാരം തേടുകയാണ് കാട്ടുകുളം നിവാസികൾ. കാട്ടുകുളത്തെ കുളം സ്ഥിതി ചെയ്യുന്ന ഭാഗങ്ങളിലെ വീടുകളിലും തൊടിയിലുമായാണ് വ്യാപകമായി ഒച്ചുകൾ ഉള്ളത്. പകൽ സമയത്ത് മാലിന്യങ്ങളിലും മറ്റും ഒളിക്കുന്ന ഇവ നേരം ഇരുട്ടുന്നതോടെയാണ് പുറത്തിറങ്ങുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു. രാത്രി വീട്ടുമുറ്റങ്ങളും പരിസരത്തെ വഴികളും ഒച്ചുകളെ കൊണ്ട് നിറയും. പലപ്പോഴും വീടുകൾക്കുള്ളിലും ഇവയെ കാണുന്നതിനാൽ ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് പലരും കഴിയുന്നത്. ഇതുകൂടാതെ വീട്ടുവളപ്പിലും മറ്റും കൃഷി ചെയ്യുന്ന പച്ചക്കറികളും ഇവ തിന്ന് നശിപ്പിക്കുന്നുണ്ട്. പ്രദേശത്തെ കിണറുകൾ 2-3 വലകൾ ഉപയോഗിച്ച് മൂടിയിട്ടുണ്ടെങ്കിലും വലയ്ക്ക് മുകളിൽ കയറി വിസർജിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ എന്ന ഭയത്തിലാണെന്ന് പ്രദേശവാസിയായ റഫീഖ് അണിയൻപറമ്പൻ പറഞ്ഞു. കൃഷിയൊക്കെ നശിപ്പിക്കുക, പിന്നെ അതേപോലെ ചെടികൾ, പിന്നെ ഞങ്ങൾ കിണറ്റിൻ്റെ ഉള്ളിലൊക്കെ ഇറങ്ങുക. കിണറിൽ വെള്ളമാണ് ഇപ്പോൾ വലിയ പ്രശ്നം ഞങ്ങൾക്ക്. കാരണം പെട്ടെന്ന് അതിൻ്റെ പിന്നെ എന്തെങ്കിലും വിഷമാകുമെന്നുള്ള പേടി, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് എല്ലായിടത്തും. ഇവിടെ രാത്രി കഴിഞ്ഞാൽ ബുദ്ധിമുട്ട്, പകൽ വലിയതായിട്ട് കാണുന്നില്ല. അതേപോലെ വേനൽക്കാലത്ത് തീറ്റകളെ കാണുന്നില്ല. വർഷം ഈ മഴക്കാലമായി കഴിഞ്ഞാൽ ഒക്കെ പുറത്തിറങ്ങണേ, ഭയങ്കര പ്രശ്നത്തിലാണത്. ആരോഗ്യത്തിനൊന്നും പറഞ്ഞിട്ടില്ല. ആരോട് വന്നു പോയി എന്ന് പറഞ്ഞു. ഇവിടെ ഇല്ല, റോട്ടിൽ വന്നു പോയി എന്ന് പറഞ്ഞു. അവർ കണ്ടോന്ന് അറിയില്ല, ഈ ഒച്ചകളെ കണ്ടോന്ന് അറിയില്ല. ഇവിടേക്ക് വന്നിട്ടില്ല. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്, ഈ ഭാഗത്താണ് കാണുന്നത്. പിന്നെ അതുപോലെ കുളത്തിൻ്റെ ഭാഗത്തൊക്കെ ഇപ്പോൾ നീങ്ങി വരുന്നുണ്ട്, എല്ലായിടത്തും നീങ്ങി വരുന്നുണ്ട്. ഭയങ്കരമായിട്ട് ഇത് പരക്കുകയാണിത്. പ്രശ്നം രൂക്ഷമായി തുടങ്ങിയിട്ട് 3 മാസത്തോളമായെങ്കിലും ഇതുവരെ അധികൃതരുടെ ഭാഗത്തു നിന്നും ഒരു പരിഹാര നടപടിയും ഉണ്ടായിട്ടില്ലെന്നും ഇവയെ തുരത്താനുള്ള മാർഗം തേടുകയാണ് ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളുമെന്നും റഫീഖ് പറഞ്ഞു. നിലവിൽ ഞങ്ങൾ ഇത് ഉപ്പിടുകയാണ്. ഉപ്പിട്ടാൽ ചാവുന്നത്. ഉപ്പ് അതിൻ്റെ വയറ്റിൻ്റെ അവിടെ ഉപ്പിട്ടാൽ ചാവും. വേറെ മരുന്നൊന്നുമില്ല, ഉപ്പേ ഉള്ളതിന്. അത് നല്ല ഇടണം. ഇവിടെ ഇപ്പോൾ ഒരു ആഴ്ചക്ക് 1 കിലോ ഉപ്പ് വേണം. ഞങ്ങൾ ഉപ്പ് വാങ്ങി വെച്ചിരിക്കുക. അവിടെ ഉപ്പ് ഇങ്ങനെ ഇടുകയാണ്, അല്ലാതെ വേറെ മരുന്നൊന്നുമില്ല. രാത്രി ഒരു 7 മണിക്ക് ശേഷം പുറത്തിറങ്ങിയാൽ കാണുള്ളൂ. പകൽ ഇപ്പോൾ കാണൂല. അല്ലേ, ഇപ്പോൾ പകൽ എവിടെ ഇല്ല. പിന്നെ എവിടെയെങ്കിലും ഈ മരത്തിൽ നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ രാത്രി കഴിഞ്ഞാൽ ഇങ്ങോട്ട് ആകെ പുറത്തിറങ്ങും. അപ്പോഴാണ് നമ്മൾ ബുദ്ധിമുട്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഉപ്പിടലാണ്. ടോർച്ച് അടിച്ചെങ്ങാണ്ട് ഇങ്ങനെ ഉപ്പിടില്ല. വേറെ മരുന്നൊന്നും ഇല്ല. ആരും നമുക്ക് അറിയില്ല അങ്ങനെ വല്ല മരുന്നുണ്ടോയെന്ന് അറിയില്ല.
ഇപ്പോൾ ആരെങ്കിലും പറയണമെങ്കിൽ മരുന്ന് ഉപയോഗിക്കായിരുന്നു. നിലവിൽ വീട്ടിലും പരിസരത്തും ഉപ്പ് വിതറിയാണ് ഇവയെ അകറ്റുന്നത്. വേനൽക്കാലത്തും വെയിലുള്ള സമയങ്ങളിലും ഇവയെ കാണാറില്ല. NCP പട്ടാമ്പി ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് പി സുന്ദരന്റെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം പ്രവർത്തകർ NCP വിട്ട് തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നു. ഞായറാഴ്ച നടന്ന ലയന ചടങ്ങ് തൃണമൂൽ കോൺഗ്രസ് നേതാവ് PV അൻവർ ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊപ്പം പഞ്ചായത്തിൽ തങ്ങൾക്ക് വിജയസാധ്യതയുള്ള 4-8 വാർഡുകൾ LDFിൽ ഇവർ ചോദിച്ചിരുന്നു. എന്നാൽ മറ്റു വാർഡുകൾ നൽകാനായിരുന്നു LDF തീരുമാനം. ഇതോടെയാണ് പി സുന്ദരൻ ഉൾപ്പെടെ ഒരു വിഭാഗം NCP നേതാക്കൾ പാർട്ടി വിട്ട് തൃണമൂൽ കോൺഗ്രസിൽ ലയിച്ചത്. NCP ബ്ലോക്ക് കമ്മിറ്റി പിരിച്ചുവിട്ടതായും ഇവർ അവകാശപ്പെട്ടു. കൊപ്പത്ത് ഞായറാഴ്ച നടന്ന ലയന ചടങ്ങ് തൃണമൂൽ കോൺഗ്രസ് നേതാവ് PV അൻവർ ഉദ്ഘാടനം ചെയ്തു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാവില്ല മൂന്നാമതൊരു ഭരണം വന്നാൽ. കേരളത്തിൽ ഒരു തർക്കമില്ല. BJPയുടെയും RSSന്റെയും സഹായത്തോടു കൂടി കേരളത്തിലെ ഈ പൊതുസമൂഹത്തെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് കർഷകരെയും തൊഴിലാളികളെയും സഹോദരിമാരെയും ജീവിതത്തിന്റെ എല്ലാ മേഖലയിലുള്ളവരെയും വെല്ലുവിളിച്ച് BJPയുടെ സഹായം തേടി പിണറായി സത്തിന്റെ വക്താക്കളായ പിണയാളന്മാരെ വോട്ടും വാങ്ങി അധികാരത്തിലേക്ക് തിരിച്ചു വരാം എന്ന് പിണറായി കണക്കുകൂട്ടി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ നടക്കൂല. നിങ്ങളൊക്കെ മനസ്സിലെന്താണ്? കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാ നമ്മളൊക്കെ, ഒരു തർക്കമില്ല. പക്ഷേ അത് ഇടതുപക്ഷ പ്രസ്ഥാനമായിരിക്കണം. അത് നിലനിൽക്കാൻ, ആ പാർട്ടിയെ നിലനിർത്താൻ നിങ്ങൾ എഴുതി വെച്ചോ. 2026 ഏപ്രിൽ മേയിൽ നടക്കുന്ന കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ ബൂത്തിലും ആദ്യം വോട്ട് ചെയ്യുന്നത് കേരളത്തിലെ കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരായിരിക്കും. ആർക്കാ ചെയ്യാറിയോ? പിണറായിസം അവസാനിപ്പിക്കാൻ. എന്തിനാണ്? ഞങ്ങൾ ജീവൻ കൊടുത്ത ഞങ്ങളെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഈ നാട്ടിൽ നിലനിൽക്കണമെങ്കിൽ പിണറായിയെയും കുടുംബത്തെയും കെട്ടിച്ചില്ലെങ്കിൽ ഈ സംവിധാനം തകർന്ന് വട്ടപൂജ്യമാകും. പശ്ചിമ ബംഗാൾ പോലെ, ത്രിപുര പോലെ. അതിന് കേരളത്തിൽ കുറച്ച് ബുദ്ധിയും വിവരമുള്ള സഖാക്കൾ ഈ നാട്ടിലുണ്ട്. വാസുദേവൻ മുത്തപ്പൻ അധ്യക്ഷനായി. K മേഘാദർ, P സുന്ദരൻ, ഷൈബ മുരളീദാസ്, CP ജയപ്രകാശ്, P രാമൻ, C ഷംസുദ്ദീൻ, അമ്മു സുബ്രഹ്മണ്യൻ, P വേസുട്ടൻ, T രമ്യ തുടങ്ങിയവർ സംസാരിച്ചു. നിലവിൽ NCP കൊപ്പം ബ്ലോക്ക് കമ്മിറ്റിയുടെ ചുമതല ജില്ലാ ജനറൽ സെക്രട്ടറി KP അബ്ദുറഹ്മാനാണ്. NCP ബ്ലോക്ക് കമ്മിറ്റി പിരിച്ചുവിട്ടു എന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് അബ്ദുറഹ്മാൻ പറഞ്ഞു. NCP-S മണ്ഡലത്തിൽ LDFിനൊപ്പം പ്രവർത്തിക്കുമെന്നും അബ്ദുറഹ്മാൻ അറിയിച്ചു. മണ്ണാർക്കാട് NCPയിൽ ചേർന്ന 30ഓളം പേർക്ക് സ്വീകരണം നൽകി. NCP ജില്ലാ പ്രസിഡന്റ് A രാമസ്വാമി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വിവിധ പാർട്ടികളിൽ പ്രവർത്തിച്ചിരുന്ന 30ഓളം പേരാണ് NCPയിൽ ചേർന്നത്. മണ്ണാർക്കാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലാട്ട് റെസിഡൻസിൽ പുതുതായി പാർട്ടിയിലെത്തിയവർക്ക് സ്വീകരണം നൽകി. സ്വീകരണ ചടങ്ങ് ജില്ലാ പ്രസിഡന്റ് A രാമസ്വാമി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ ചരിത്രം എന്താ? 5 വർഷം LDF, 5 വർഷം UDF. എന്തുകൊണ്ടാണ്? പക്ഷേ 2021 തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ 5 വർഷം കൂടി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യത്തോട് ഭരിക്കാൻ അവസരം കൊടുത്തു. എന്തുകൊണ്ടാണ്? ജനപക്ഷത്തു നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു മുന്നണിയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് ജനങ്ങൾ തീരുമാനിച്ചുകൊണ്ടാണ്. കാരണം നിങ്ങൾക്കറിയുന്ന 62 ലക്ഷം ആളുകൾക്കാണ് 1600 രൂപയുടെ പെൻഷൻ കൊടുക്കുന്നത്, പാവപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം. NCP ബ്ലോക്ക് പ്രസിഡന്റ് സദഖത്തുള്ള പടലത്ത് അധ്യക്ഷത വഹിച്ചു. ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഒരു പാർട്ടിയിലേക്ക് കടന്നു വരിക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു സന്തോഷമല്ല. നമുക്ക് ഭാവിയിലും ഈ നേതാക്കളൊക്കെ ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാം. ഇതിൽ ജാതിയോ മതോ വർണ്ണോ ഒരു ആണോ പെണ്ണോ ഇതൊന്നും ഒരു വ്യത്യാസമില്ല. ആളുകൾക്ക് പ്രയാസമുണ്ടോ അത് പരിഹരിക്കാനാണ് നമ്മൾ രാഷ്ട്രീയക്കാരുണ്ടാകേണ്ടത്. NCP സംസ്ഥാന സെക്രട്ടറി PA റസാഖ് മൗലവി മുഖ്യാതിഥിയായി. സംസ്ഥാന നിർവാഹക സമിതി അംഗങ്ങളായ കാപ്പിൽ സെയ്തലവി, അബ്ദുറഹ്മാൻ, ഷൗക്കത്തലി കുളപ്പാടം, രാമകൃഷ്ണൻ, മൊയ്തീൻകുട്ടി, PC ഹൈദരലി തച്ചമ്പാറ, ആയിഷ ബാനു, ഇബ്രാഹിം ബാദുഷ, ഉനൈസ് നെച്ചിയോടൻ എന്നിവർ പ്രസംഗിച്ചു. ചെർപ്പുളശ്ശേരി ഉപജില്ലാ സ്കൂൾ കലോത്സവം ഒക്ടോബർ 29 മുതൽ 4 ദിവസങ്ങളിലായി ചെർപ്പുളശ്ശേരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. കലോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചെർപ്പുളശ്ശേരിയിൽ ഇനി കൗമാര കലാമാമാങ്കത്തിന്റെ നാളുകൾ. ഉപജില്ലാ സ്കൂൾ കലോത്സവം ഒക്ടോബർ 29, 30, 31, നവംബർ 1 തീയതികളിലായി ചെർപ്പുളശ്ശേരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും.
ഉപജില്ലയിലെ 80-ലധികം സ്കൂളുകളിൽ നിന്നായി 6000-ഓളം കുട്ടികൾ കലോത്സവത്തിൽ മാറ്റുരയ്ക്കും. 8 പ്രധാന വേദികളിലും 12 ചെറുവേദികളിലുമായാണ് മത്സരങ്ങൾ അരങ്ങേറുക. 30-ന് പി മമ്മിക്കുട്ടി MLA കലോത്സവം ഉദ്ഘാടനം ചെയ്യും. കെ പ്രേംകുമാർ MLA വിശിഷ്ടാതിഥിയാവുമെന്നും സംഘാടക സമിതി ഭാരവാഹികൾ പറഞ്ഞു. ചെർപ്പശ്ശേരി ഉപജില്ലാ കലോത്സവം ഈ വരുന്ന 29, 30, 31, 1 തീയതികളിലായി ചെർപ്പശ്ശേരി ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുകയാണ്. വളരെ വിപുലമായ തയ്യാറെടുപ്പുകളാണ് സംഘാടക സമിതി അതിലേക്കായി നടത്തിയിട്ടുള്ളത്. വളരെ മുമ്പ് തന്നെ വിപുലമായ സംഘാടക സമിതി വിളിച്ചു ചേർക്കുകയും എല്ലാ സംഘടനകളെയും പൗരപ്രമുഖരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഓരോ വിഭാഗത്തിലും സബ് കമ്മിറ്റികളുണ്ടാക്കി ആ സബ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തനമാണ് സംഘാടക സമിതി നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ കൂടുതൽ പങ്കാളിത്തമുള്ള ഒരു പരിപാടി എന്ന നിലയ്ക്ക് തന്നെ 4 ദിവസങ്ങളിലായി 6000-ഓളം പ്രതിഭകളാണ് ഇവിടെ മാറ്റിവെക്കുന്നത്. 8 പ്രധാന വേദികളും 12 ചെറിയ വേദികളുമായിട്ടാണ് ഇവരൊക്കെ തന്നെ മത്സരം ക്രമീകരിച്ചിട്ടുള്ളത്. വളരെ ചിട്ടയോടുകൂടിയും സമയബന്ധിതമായും നടത്തിയെടുക്കുന്നതിനുള്ള ഏർപ്പാടുകൾ സംഘാടക സമിതി ചെയ്തിട്ടുണ്ട്. എല്ലാ നിലയ്ക്കും നിങ്ങളെല്ലാവരെയും, നാട്ടുകാരുടെയും, ചെറുപ്പശ്ശേരിത്തെ വ്യാപാരി വ്യവസായി എല്ലാ സമൂഹത്തിൻ്റെയും വലിയ പിന്തുണ നല്ല രീതിയിൽ നടത്തിയെടുക്കുന്നതിന് ഞങ്ങൾക്ക് ആവശ്യമാണ്. 4 ദിവസം മത്സരാർത്ഥികൾക്ക് ഭക്ഷണം ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും സ്കൂളിൽ ഒരുക്കിയതായും സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു. നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ, AO ഇ രാജൻ, സ്കൂൾ പ്രിൻസിപ്പൽ അബ്ദുൽ സലീം, മറ്റ് ഭാരവാഹികൾ എന്നിവർ പരിപാടികളെപ്പറ്റി വിശദീകരിച്ചു. ഇടവേള. ഒറ്റപ്പാലം സർക്കാർ ബധിര വിദ്യാലയത്തിൽ നിർമ്മിക്കുന്ന സംസ്ഥാനത്തെ ആദ്യ ഭിന്നശേഷി സൗഹൃദ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം 28-ന് നടക്കും. കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2021-2022 ബജറ്റിൽ 10 കോടി രൂപ വകയിരുത്തിയാണ് സംസ്ഥാനത്തെ ആദ്യ ഭിന്നശേഷി സൗഹൃദ സ്റ്റേഡിയം ഒറ്റപ്പാലം ബധിര വിദ്യാലയത്തിൽ നിർമ്മിക്കുന്നത്. 21,000 സ്ക്വയർ ഫീറ്റിലാണ് സ്റ്റേഡിയം നിർമ്മിക്കുന്നത്. 10 മാസം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കാനാണ് ശ്രമം. ഷട്ടിൽ, ബാസ്കറ്റ്ബോൾ, വോളിബോൾ തുടങ്ങിയവയ്ക്കുള്ള മികച്ച സൗകര്യവും സ്റ്റേഡിയത്തിലുണ്ടാകും. ചൊവ്വാഴ്ച വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തുമെന്ന് കെ പ്രേംകുമാർ MLA പറഞ്ഞു. കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ഇൻഡോർ സ്റ്റേഡിയത്തിന് ഒറ്റപ്പാലം വേദിയാകുന്നു എന്നുള്ളതാണ്. 10 കോടി രൂപയാണ് 2021-22 വർഷത്തെ ബജറ്റിൽ ഒറ്റപ്പാലം ഇൻഡോർ സ്റ്റേഡിയത്തിന് വേണ്ടി നീക്കിവെച്ചത്. അത് ഒറ്റപ്പാലം ഡഫ് സ്കൂളിനോട് ചേർന്നുള്ള ഗ്രൗണ്ടിൽ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. നാളെ ഉച്ചകഴിഞ്ഞ് 4 മണിക്ക് കേരളത്തിൻ്റെ പ്രിയപ്പെട്ട കായിക വകുപ്പ് മന്ത്രി ശ്രീ വി അബ്ദുറഹ്മാൻ അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. ഒട്ടേറെ കടമ്പകൾ പൂർത്തീകരിച്ചാണ് ഈ പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനത്തിലേക്ക് എത്തിച്ചേരുന്നത്. 10 കോടി രൂപ അനുവദിച്ചത് തുടർന്ന് ഭിന്നശേഷി സൗഹൃദ ഇൻഡോർ സ്റ്റേഡിയമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം. ഒറ്റപ്പാലത്തെ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി, ബധിര വിദ്യാലയം ഹെഡ് മിസ്ട്രസ് ML മിനികുമാരി തുടങ്ങിയവർ പങ്കെടുത്തു. ചെർപ്പുളശ്ശേരി നഗരസഭയുടെ വികസന സദസ്സ് ചൊവ്വാഴ്ച ചൈതന്യ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടക്കും. മന്ത്രി വി അബ്ദുറഹ്മാൻ വികസന സദസ്സ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ചെയർമാൻ പി രാമചന്ദ്രൻ അറിയിച്ചു. സംസ്ഥാന സർക്കാരിൻ്റെയും നഗരസഭയുടെയും വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് മുമ്പാകെ അവതരിപ്പിച്ച് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കുന്നതിനും ഭാവി വികസനത്തിനുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും ആരായുന്നതിനും ചർച്ച ചെയ്യുന്നതിനുമായാണ് വികസന സദസ്സ് സംഘടിപ്പിച്ചിട്ടുള്ളത്. വിവിധ മേഖലകളെ പ്രതിനിധീകരിച്ചുള്ള വ്യക്തികൾ വികസന സദസ്സിൽ പങ്കെടുക്കും. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 3 മണി വരെ നടക്കുന്ന പരിപാടി മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും. പി മമ്മിക്കുട്ടി MLA, തദ്ദേശ സ്വയംഭരണ വകുപ്പ് പാലക്കാട് ജില്ലാ ജോയിന്റ് ഡയറക്ടർ കെ ഗോപിനാഥൻ എന്നിവരും പങ്കെടുക്കുമെന്ന്
ചെയർമാൻ പി രാമചന്ദ്രൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VT സാദിഖ് ഹുസൈൻ എന്നിവർ അറിയിച്ചു. ചെർപ്പശ്ശേരി നഗരസഭയുടെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും കഴിഞ്ഞ കാലത്തെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാവുന്ന ഉദ്ദേശത്തോടു കൂടി വികസന സദസ്സുകൾ സംഘടിപ്പിക്കുകയാണ്. ചെർപ്പശ്ശേരി നഗരസഭയുടെ വികസന സദസ്സ് 28-ാം തീയതി, അതായത് നാളെ ചൊവ്വാഴ്ച 10 മണിക്ക് ചൈതന്യ കൺവെൻഷൻ സെൻറ്റർ വെച്ച് ചേരുകയാണ്. കായിക വകുപ്പ് മന്ത്രി അബ്ദുൾ റഹ്മാനാണ് സദസ്സ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഷൊർണൂർ MLA മമ്മിക്കുട്ടി അതിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കും. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും നഗരസഭയുടെയും വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നഗരസഭ പുറത്തിറക്കുന്ന വികസന പരിപ്രേക്ഷ്യം പുസ്തകമായും ജനങ്ങളിലേക്ക് എത്തിക്കാവുന്നത് നാളെ ആ സദസ്സിൽ വെച്ച് ആളുകൾക്ക് കൈമാറും. കഴിഞ്ഞ 5 വർഷം ഈ ഭരണസമിതി നടപ്പിലാക്കിയ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ. വാണിയംകുളം 1 സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. മന്ത്രി കെ രാജൻ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. വാണിയംകുളം 1 സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനമാണ് തിങ്കളാഴ്ച നടന്നത്. മന്ത്രി കെ രാജൻ കെട്ടിടം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. 10-ാം തീയതി വരെ നിയമസഭ, പിന്നെ വളരെ അടിയന്തിരമായിട്ടുള്ള ഈ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് തന്നെ പൂർത്തീകരിക്കേണ്ടതായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഇതെല്ലാം വന്നതുകൊണ്ട് നേരിലെത്തിച്ചേർന്ന് ഉദ്ഘാടനം ചെയ്യാനായില്ല. ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു ഘട്ടത്തിൽ ഈ വില്ലേജ് ഓഫീസുകളെല്ലാം സന്ദർശിക്കാൻ അവസരമുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. നിങ്ങളുടെ എല്ലാം അനുവാദത്തോടെ ബഹുമാനപ്പെട്ട MLA-മാരാണ് ഈ വില്ലേജ് ഓഫീസുകൾ ലഭ്യമാകുന്നതിന് പൊതുവിൽ ഏറ്റവും വലിയ പ്രവർത്തനം നടത്തിയത്. അവരുടെ എല്ലാ സാന്നിധ്യത്തിൽ നാട് മുറിച്ചോ നിലവിളക്ക് കൊളുത്തിയോ നമ്മുടെ പ്രിയപ്പെട്ട MLA-മാർ ഈ ഔപചാരികമായ ചടങ്ങ് എനിക്ക് വേണ്ടി ഉദ്ഘാടനം ചെയ്യും, തിരികൊളുത്തും എന്ന വിശ്വാസത്തോടു കൂടി ഔപചാരികമായി ഈ 19 വില്ലേജ് ഓഫീസുകൾ നമ്മുടെ നാടിന് സമർപ്പിച്ചതായി അറിയിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നമസ്കാരം. പി മമ്മിക്കുട്ടി MLA അധ്യക്ഷനായി. 2 വില്ലേജുകളാണ്. റവന്യൂ അടിസ്ഥാനത്തിലുള്ള 2 വില്ലേജുകൾ വർഷങ്ങളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൽ 2ാമത്തെ വില്ലേജിന് സെക്കൻഡ് വില്ലേജാണ് നമ്മൾ നേരത്തെ കഴിഞ്ഞ വർഷം മനുശ്ശേരി ഭാഗത്ത് അതിൻ്റെ പുതിയ സ്മാർട്ട് വില്ലേജ് കെട്ടിടം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് നമ്മുടെ ഷൊർണൂർ മണ്ഡലത്തിൽ വിവിധ വില്ലേജ് ഓഫീസുകൾ സ്മാർട്ട് വില്ലേജാക്കി പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് വർഷങ്ങളായി. സബ് കളക്ടർ അഞ്ജിത് സിംഗ്, വാണിയംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ NP കോമളം, സ്ഥിരം സമിതി ചെയർപേഴ്സൺമാരായ C സൂരജ്, ഹരിദാസൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം P കനകരാജൻ, പഞ്ചായത്ത് അംഗം V സിന്ധു, വാണിയംകുളം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് K ഭാസ്കരൻ, P വിജയകുമാർ, T സുനിൽ, തോമസ് ജേക്കബ്, ജിതിൻ പ്രസാദ്, ഡെപ്യൂട്ടി കളക്ടർ സക്കീർ ഹുസൈൻ എന്നിവർ സംസാരിച്ചു. ആലിപ്പറമ്പ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പദയാത്ര സംഘടിപ്പിച്ചു. നിയുക്ത KPCC ജനറൽ സെക്രട്ടറി V ബാബുരാജ് പദയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. ആലിപ്പറമ്പ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച പദയാത്ര ആനമങ്ങാട്ട് നിന്നാണ് ആരംഭിച്ചത്. നിയുക്ത KPCC ജനറൽ സെക്രട്ടറി V ബാബുരാജ് പദയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. മതേതരത്വത്തിന് കേളികേട്ട സമൂഹത്തിൽ RSS അജണ്ട നടപ്പാക്കാൻ ശ്രമിക്കുന്നവർക്ക് കേരള ജനത മാപ്പ് തരില്ലെന്ന് V ബാബുരാജ് പറഞ്ഞു. PM ശ്രീ പദ്ധതി നടപ്പാക്കുക വഴി കേരള ജനതയെ വഞ്ചിച്ച മുഖ്യമന്ത്രിക്കും സംഘത്തിനും ഇനിയുള്ളത് പരീക്ഷണത്തിന്റെ കാലമാണെന്നും V ബാബുരാജ് അഭിപ്രായപ്പെട്ടു. ആലിപ്പറമ്പ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KK ബഷീർ അധ്യക്ഷത വഹിച്ചു. പെരിന്തൽമണ്ണ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അറഞ്ഞിക്കൽ ആനന്ദൻ മുഖ്യപ്രഭാഷണം നടത്തി. DCC അംഗം TP മോഹൻദാസ്, തോപ്പിൽ രാജേന്ദ്രൻ, ദിനേശ് കണക്കഞ്ചേരി, TK മൊയിനുദ്ദീൻ, ഫിറോസ് വെങ്ങാടൻ എന്നിവർ പ്രസംഗിച്ചു. മണ്ഡലം വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടന്ന പദയാത്രയിൽ 100 പ്രവർത്തകർ അണിനിരന്നു. പദയാത്ര തൂതയിൽ സമാപിച്ചു. സമാപന സമ്മേളനം DCC സെക്രട്ടറി CK ഹാരിസ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് UDF ചെയർമാൻ N മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു.
ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് CK അൻവർ, ജനറൽ സെക്രട്ടറി ഹുസൈൻ ബാറൽ, പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് TK ഹംസ, സെക്രട്ടറി സീലത്ത് അമീൻ, രാജേഷ് ചെങ്ങോട്ടൂർ, K ദാമോദരൻ, PT ബഷീർ, TK സദക, PT ശങ്കരൻ, മുനീർ തെക്കേപ്പുറം, അമീർ വെങ്ങാടൻ എന്നിവർ പ്രസംഗിച്ചു. ഏലംകുളത്ത് CPM ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വികസന ജാഥ സംഘടിപ്പിച്ചു. CPM ജില്ലാ കമ്മിറ്റി അംഗം VT സോഫിയ ജാഥ ഉദ്ഘാടനം ചെയ്തു. നിറമങ്ങിയ 4 വർഷങ്ങളല്ല, നിറപ്പകിട്ടാർന്ന 1 വർഷം എന്ന മുദ്രാവാക്യവുമായാണ് CPM ഏലംകുളം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വികസന ജാഥ സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് P സുധീർ ബാബു ക്യാപ്റ്റനും P ഗോവിന്ദപ്രസാദ് വൈസ് ക്യാപ്റ്റനും അനിത പള്ളത്ത് മാനേജറുമായ ജാഥ പാലത്തോളിൽ നിന്നാണ് ആരംഭിച്ചത്. CPM ജില്ലാ കമ്മിറ്റി അംഗം VT സോഫിയ ജാഥ ഉദ്ഘാടനം ചെയ്തു. NP കമറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. മുതുകുറിശി, കുന്നക്കാവ്, ചെങ്ങണമ്പറ്റ, ചൈതന്യ, ഏലംകുളം, പെരുമ്പാറ, പുളിങ്കാവ്, ചെറുകര തുടങ്ങിയ കേന്ദ്രങ്ങളിൽ ജാഥയ്ക്ക് സ്വീകരണം നൽകി. ആലുംകൂട്ടത്താണ് ജാഥ സമാപിച്ചത്. സ്വീകരണ കേന്ദ്രങ്ങളിൽ ജാഥ ക്യാപ്റ്റൻ P സുധീർ ബാബു, വൈസ് ക്യാപ്റ്റൻ P ഗോവിന്ദപ്രസാദ്, ജാഥ മാനേജർ അനിത പള്ളത്ത്, S ശ്രീരാജ്, P അജിത് കുമാർ, M സോമൻ, T ഗോകുൽ, KP ഗീത, TP സുബ്രഹ്മണ്യൻ, P രതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ആലുംകൂട്ടത്തിൽ നടന്ന സമാപന പൊതുയോഗം CPM പെരിന്തൽമണ്ണ ഏരിയ സെന്റർ അംഗം PP മുഹമ്മദ് ഹനീഫ ഉദ്ഘാടനം ചെയ്തു. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ലൈഫ് ഗുണഭോക്തൃ സംഗമം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് കല്യാണ മണ്ഡപത്തിൽ നടന്ന സംഗമം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും KSKTU ജില്ലാ സെക്രട്ടറിയുമായ V ചെന്താമരാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. ലൈഫ് വെറും വാക്കല്ല, ജനങ്ങളുടെ ജീവിതമാണ് എന്ന ആശയം മുന്നോട്ട് വച്ചാണ് പഞ്ചായത്തിലെ ലൈഫ് ഗുണഭോക്താക്കളുടെ സംഗമം നടത്തിയത്. കേരളത്തിൽ ബഹുഭൂരിപക്ഷം ആളുകൾക്ക് കീഴിൽ ലഭ്യമായത് എല്ലാവർക്കും അറിയാം. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് സ്വന്തമായി വാസയോഗ്യമായ സുരക്ഷിതമായ വീട് എന്നത് ഓരോ മനുഷ്യന്റെയും ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹമാണ്. KSKTU ജില്ലാ വൈസ് പ്രസിഡന്റ് P അരവിന്ദാക്ഷൻ അധ്യക്ഷനായി. KSKTU ഏരിയ സെക്രട്ടറി V പ്രജീഷ് കുമാർ, CPI ഏരിയ കമ്മിറ്റി അംഗങ്ങളായ B രാജേഷ്, MC വാസുദേവൻ, ലോക്കൽ സെക്രട്ടറി MK ദേവി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C രാജിക, KSKTU ഭാരവാഹികളായ T വാസുദേവൻ, M സുകുമാരൻ, C ഹരിദാസൻ, ജനപ്രതിനിധികളായ M സുമതി, C ഗിരിജ, KK ലിനി, MK പ്രദീപ്, MK ദ്വാരകാനാഥൻ, S രാജശ്രീ എന്നിവർ സംസാരിച്ചു. ചെറുപ്പുളശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നവീകരിച്ച പൈതൃകം കെട്ടിടം, മാന്തോപ്പ്, കലാമന്ദിരം കെട്ടിടം എന്നിവയുടെ ഉദ്ഘാടനം തിങ്കളാഴ്ച നടന്നു. സ്കൂളിലേക്ക് ചെറുപ്പുളശ്ശേരി സർവീസ് ബാങ്ക് നൽകുന്ന സ്പോർട്സ് ഉപകരണങ്ങളുടെ കൈമാറ്റവും ചടങ്ങിൽ നടന്നു. ചെറുപ്പുളശ്ശേരി നഗരസഭ 2024-2025 വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൈതൃക കെട്ടിടം, മാന്തോപ്പ്, കലാമന്ദിരം കെട്ടിടം എന്നിവയുടെ ഉദ്ഘാടനമാണ് നടന്നത്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് സ്കൂൾ കിഫ്ബി ഹാളിൽ നടന്ന പരിപാടിയിൽ P മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാലയത്തിലേക്ക് ചെറുപ്പശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് നൽകുന്ന കായിക ഉപകരണങ്ങളുടെ കൈമാറ്റവും ചടങ്ങിൽ നടന്നു. 100 കൊല്ലത്തിലധികം പ്രായമുണ്ടല്ലോ, ശതാബ്ദിയാഘോഷം നടത്തിയതല്ലേ. 100 കൊല്ലത്തിലധികം പ്രായം ഉണ്ടാകുമ്പോൾ അതിൻ്റെതായ ചില ഫിസിക്കലായിട്ടുള്ള ശാരീരികമായിട്ടുള്ള ചില അവശതകളൊക്കെ ഉണ്ടാവും. ആ അവശതകൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഇടപെട്ടുകൊണ്ട് ആവശ്യമായിട്ടുള്ള മെയിൻ്റനൻസും കൂട്ടിച്ചേർക്കലും റിപ്പയറുകളും മറ്റൊക്കെ നടത്തി അതിനെ അപ്ഡേറ്റ് ചെയ്യുക എന്നതാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെയും അതുപോലെ തന്നെ ജനപ്രതിനിധികളുടെയും ഗവൺമെൻറ്റിൻ്റെയും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും PTA ഒക്കെ ചുമതല. ആ നിലയിലാണ് ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന ആദ്യത്തെ കെട്ടിടം മാതൃക ബിൽഡിംഗ്. നഗരസഭാ ചെയർമാൻ P രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പാൾ അബ്ദുൽ സലീം, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ C കമലം, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ KT പ്രമീള, VT സാദിഖ് ഹുസൈൻ, സഫന ബാറക്കൽ, VHSC പ്രിൻസിപ്പൽ ജയകുമാർ TP, ഹെഡ്മിസ്റ്റർ ഷീജ PK, PTA പ്രസിഡന്റ് റഹീം പറക്കാടൻ, സിദ്ദിഖ് പറക്കാടൻ, AU രാജൻ, സർവീസ് ബാങ്ക് സെക്രട്ടറി P സൗമ്യ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. കേരള പ്രവാസി സംഘം പാലക്കാട് ജില്ലാ സമ്മേളനം 28-ന് ഒറ്റപ്പാലത്ത് വെച്ച് നടക്കും. സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഗഫൂർ P ലില്ലീസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലയിലെ 450 യൂണിറ്റ് സമ്മേളനങ്ങളും 15 ഏരിയ സമ്മേളനങ്ങളും പൂർത്തീകരിച്ചാണ് പ്രവാസി സംഘം ജില്ലാ സമ്മേളനത്തിലേക്ക് കടന്നത്. 15 ഏരിയ കമ്മിറ്റികളിൽ നിന്ന് തെരഞ്ഞെടുത്ത 400ഓളം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. ഇതിൽ 40 വനിതാ പ്രതിനിധികളുമുണ്ട്. കണ്ണിയമ്പുറം പിഷാരഡീസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് ചൊവ്വാഴ്ച രാവിലെ 9 മണി മുതൽ ആരംഭിക്കുന്ന സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഗഫൂർ P ലില്ലീസ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കേരള പ്രവാസി സംഘം കേരളത്തിലെ പ്രവാസികളുടെ ഏറ്റവും ശക്തമായിട്ടൊരു സംഘടനയാണ്.
ആ സംഘടനയുടെ 7ാമത് സംസ്ഥാന സമ്മേളനമാണ് 2026 ജാനുവരി മാസം നടക്കാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ മുന്നോടിയായി നടത്തേണ്ടതായിട്ടുള്ള യൂണിറ്റ് സമ്മേളനങ്ങൾ തൊട്ട് പഞ്ചായത്ത് വില്ലേജ് സമ്മേളനങ്ങൾ, ഏരിയ സമ്മേളനങ്ങൾ എല്ലാം പൂർത്തിയാക്കി പാലക്കാട് ജില്ലാ കമ്മിറ്റി ജില്ലാ സമ്മേളനത്തിലേക്ക് കിടക്കുകയാണ്. നാളെ ഒക്ടോബർ മാസം 28-നാണ് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ ജില്ലാ സമ്മേളനം നടക്കാൻ വേണ്ടി പോകുന്നത്. ആ ജില്ലാ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നത് സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള ശ്രീ ഗഫൂർ ലില്ലീസാണ്. വാർത്താസമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി M.A. നാസർ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി T. പത്മനാഭൻ, സ്വാഗത സംഘം കൺവീനർ C. മുകുന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു. അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. അമ്പാഴക്കോട് മണിയങ്കോടൻ ഖദീജയുടെ മകൻ 21-കാരനായ ഷനൂബാണ് മരിച്ചത്. കഴിഞ്ഞ വ്യാഴാഴ്ച മേലയരിയൂര് പട്ടാണിക്കാട് വെച്ച് കോഴിവണ്ടിയും ബൈക്കും തമ്മിലിടിച്ചാണ് അപകടം സംഭവിച്ചത്. തുടർന്ന് വട്ടമ്പലം സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഷനൂബ് തിങ്കളാഴ്ച രാവിലെ മരിച്ചു. ഷാനിബാണ് ഷനൂബിന്റെ സഹോദരൻ. മറ്റൊരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. ഇനി വാണിജ്യ വാർത്തകൾ. ഗ്യാരണ്ടി ആഭരണങ്ങളുടെ കമനീയ ശേഖരം ഒരുക്കിക്കൊണ്ട് സമൃദ്ധി ഗോൾഡ് കവറിംഗ് ഓർണമെന്റ്സ് മേലാറ്റൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. പാണ്ടിക്കാട് റോഡിൽ ഓട്ട് കമ്പനിക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ച ഷോറൂം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT മുഹമ്മദ് ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു. സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് പുതിയ നിറം പകർന്നുകൊണ്ടാണ് സമൃദ്ധി ഗോൾഡ് കവറിംഗ് ഓർണമെന്റ്സ് മേലാറ്റൂരിൽ പ്രവർത്തനം ആരംഭിച്ചത്. മേലാറ്റൂർ ഓട്ടു കമ്പനി കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ച ഷോറൂമിൽ ഗ്യാരണ്ടി ആഭരണങ്ങളുടെ മികച്ച കളക്ഷനുകളാണ് ഗുണഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത്. സമൃദ്ധി ഗോൾഡ് കവറിംഗ് എന്ന സ്ഥാപനം ഇന്ന് ഇവിടെ ആരംഭിക്കുകയാണ്. ഏറ്റവും പുതിയ കളക്ഷനിൽ 1 ഇയർ ഗ്യാരണ്ടിയോട് കൂടിയാണ് നമ്മൾ ആഭരണങ്ങൾ നൽകുന്നത്. ട്രഡീഷണൽ ഐറ്റം, അതുപോലെ തന്നെ ആൻറ്റിക്ക്, ചെട്ടിനാട് എല്ലാ ഐറ്റംസും വളരെ വിലക്കുറവിൽ നമുക്ക് നൽകാൻ സാധിക്കും. അപ്പോൾ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് രാവിലെ 10 മണിക്ക് ഉദ്ഘാടനം ചെയ്ത് KT ഇക്ബാൽ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിക്കുകയാണ്. ആൻറ്റിക്, ട്രഡീഷണൽ, ടെമ്പിൾ കളക്ഷൻ, ബോംബെ, ബംഗാളി, പാലയ്ക്ക, കേരള മോഡൽ തുടങ്ങി എല്ലാവർക്കും ഇണങ്ങുന്ന ഓർണമെന്റ്സ് ഷോറൂമിൽ ലഭ്യമാണ്. കൂടാതെ വിവാഹ പാർട്ടികൾക്ക് ആവശ്യമായ ആഭരണങ്ങളും വാടകയ്ക്ക് നൽകുന്നു. തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് നടന്ന ഉദ്ഘാടന ചടങ്ങിൽ വിവിധ മേഖലകളിലുള്ള പ്രമുഖർ സംബന്ധിച്ചു. ഇനി മറ്റു വാർത്തകൾ നോക്കാം. ശ്രീകൃഷ്ണപുരം മണ്ണമ്പറ്റ പാറക്കടവ് സുബ്രഹ്മണ്യസ്വാമി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ സ്കന്ദഷഷ്ഠി വിപുലമായി ആഘോഷിച്ചു. തുലാമാസത്തിലെ വെളുത്ത പക്ഷത്തിലെ ഷഷ്ഠിയാണ് സ്കന്ദഷഷ്ഠി. ഭാരതത്തിലെ 36 പ്രദേശങ്ങളിൽ കാണുന്ന 36 ഫലങ്ങൾ ശേഖരിച്ച് നിവേദ്യങ്ങളാക്കി 36 തവണ സ്കന്ദവചനങ്ങൾ ആലപിക്കുന്നതാണ് സ്കന്ദഷഷ്ഠിയുടെ പ്രാധാന്യം. മാതൃസമിതി ഭാരവാഹികളായ S. സുന്ദരി, K. രാജി ഗണേഷ്, K. വിജയ, K. സ്മിത, അനിത MN, V. രാധ, K. ഇന്ദിര തുടങ്ങിയവർ സ്കന്ദവചനങ്ങൾക്ക് നേതൃത്വം നൽകി. കൃഷിയുടെ പ്രാധാന്യം സൂചിപ്പിക്കുക കൂടിയാണ് ഈ ആഘോഷത്തിൽ. സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രങ്ങളിൽ പ്രധാനമാണ് സ്കന്ദഷഷ്ഠി. രാവിലെ 6 മണി മുതൽ മാതൃസമിതിയുടെ നേതൃത്വത്തിൽ നാരായണീയ പാരായണം, രുദ്രാഭിഷേകം, ഉച്ചയ്ക്ക് പ്രസാദ ഊട്ട് എന്നിവ ഉണ്ടായി. PR കൃഷ്ണൻ, K. ശങ്കരൻകുട്ടി, T. ഉണ്ണികൃഷ്ണൻ നായർ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കാക്ക കാക്ക കനക
ദാറുൽ ഹുദ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ ഹദിയയുടെ പെരിന്തൽമണ്ണ ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ നേതൃസ്മൃതി സംഗമവും ഇഷ്ക് മജ്ലിസും സംഘടിപ്പിച്ചു. SKSSF സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് ഹമീദ് അലി ശിഹാബ് തങ്ങൾ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ദാറുൽ ഹുദ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ ഹദിയയുടെ പെരിന്തൽമണ്ണ ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച നേതൃസ്മൃതി സംഗമവും ഇഷ്ക് മജ്ലിസും പെരിന്തൽമണ്ണ മുനിസിപ്പൽ ടൗൺ ഹാളിലാണ് നടന്നത്. ഉലമ ഉമറ പാരമ്പര്യത്തിൽ ഉറച്ചു നിൽക്കണമെന്ന ഹാദിയ നേതൃസ്മൃതി സംഗമം ആവശ്യപ്പെട്ടു. SKSSF സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് ഹമീദ് അലി ശിഹാബ് തങ്ങൾ പരിപാടി ഉദ്ഘാടനം ചെയ്തു. തൻ്റെ ജീവിതം മുഴുവൻ സുജമാത്തിൻ്റെ വേണ്ടി നീക്കിവെച്ച മഹത്തുക്കളാണ് ഈ പറയപ്പെട്ട ഇന്ന് അനുസ്മരിക്കുന്ന മഹത്തുക്കളായ നേതാക്കന്മാരും പണ്ഡിതന്മാരും ഒക്കെ തന്നെ. അവർക്ക് തന്നെ കാണിച്ചു തന്ന മഹിതമായ പാതയിലൂടെയാണ് നാം സഞ്ചരിക്കേണ്ടത് എന്നുള്ള ആ യാഥാർത്ഥ്യ ബോധ്യം അത് പുതിയ തലമുറയ്ക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇങ്ങനെയുള്ള അനുസ്മരണങ്ങളിലൂടെ നാം ലക്ഷ്യമാക്കുന്നത്. കേരളീയ മുസ്ലിമത്തിന് അഭിമാനകരമായ അസ്തിത്വമുണ്ടാക്കുന്നതിൽ ഉലമാക്കളുടെയും ഉമറാക്കളുടെയും നിസ്വാർത്ഥമായ പ്രവർത്തനങ്ങൾ നേതൃത്വവുമാണ് അതിന് കാരണമായി തീർന്നത് എന്നുള്ളത് ആർക്കും തർക്കമില്ലാത്ത ഒരു യാഥാർത്ഥ്യമാണ്. ഹാദിയ ചാപ്റ്റർ പ്രസിഡന്റ് ഷമീർ ബാബു ഹുദവി അധ്യക്ഷനായി. ആനമങ്ങാട് മുഹമ്മദ് കുട്ടി ഫൈസി പ്രാരംഭ പ്രാർത്ഥന നിർവഹിച്ചു. ഹാദിയ സെൻട്രൽ പ്രസിഡന്റ് ഷറഫുദ്ദീൻ ഹുദവി ആനമങ്ങാട്, ജനറൽ സെക്രട്ടറി ഡോക്ടർ ഹാരിസ് ഹുദവി, ഡോക്ടർ മൻസൂർ ഹുദവി പാതിരമണ്ണ എന്നിവർ പ്രമേയ പ്രഭാഷണം നടത്തി. അൻവർ അലി ഹുദവി പുളിയക്കോട് ഇഷ്ക് മജ്ലിസിന് നേതൃത്വം നൽകി. ലിയാവുദ്ദീൻ ഫൈസി മെൽമുറി, ജലീൽ ഹുദവി ബാലയിൽ, ഷെരീഫ് ഹുദവി കാപ്പ്, PC അജ്മൽ ഹുദവി, അർഷാദ് ഹുദവി ഏലംകുളം എന്നിവർ സംസാരിച്ചു. അങ്ങാടിപ്പുറം തരകൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന മങ്കട ഉപജില്ലാ സ്കൂൾ വാർത്താ വായനാ മത്സരത്തിൽ മരിയ ബിജു, ഫാത്തിമ ഹെൽന എന്നിവർ ജേതാക്കൾ. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ M അമീറ മത്സരം ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ പ്രതിസന്ധി അവസാനിപ്പിച്ച് ജപ്പാനിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു വനിതാ പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുത്തു. നെപ്പോളിയൻ കാലഘട്ടത്തിലെ അമൂല്യ ആഭരണങ്ങളുടെ മോഷ്ടാക്കൾക്കായി ഫ്രഞ്ച് പോലീസ് ഇരുട്ടിൽ തപ്പുമ്പോഴും പ്രതികൾ കാണാമറയത്തു തന്നെ. മുംബൈയിൽ ഫ്ളാറ്റിന് തീപിടിച്ച് മലയാളി കുടുംബത്തിന് ദാരുണാന്ത്യം. വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിനു ശേഷവും ഗാസയിൽ യുദ്ധം തുടരുന്നു. വാർത്തകൾ വിശദമായി. സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് തലസ്ഥാന നഗരിയിൽ തുടക്കം കുറിച്ചു. മങ്കട ഉപജില്ലാതല സ്കൂൾ വാർത്താ വായനാ മത്സരം ഉപജില്ലാ സോഷ്യൽ സയൻസിന്റെ നേതൃത്വത്തിലാണ് സംഘടിപ്പിച്ചത്. അങ്ങാടിപ്പുറം തരകൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന വാർത്താ വായനാ മത്സരം AO M അമീറ ഉദ്ഘാടനം ചെയ്തു. മങ്കട ഉപജില്ലാ സോഷ്യൽ സയൻസ് കൺവീനർ റിയാസ് മങ്കട ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. QIP അംഗം സുവർണലത, പ്രസാദ് മാസ്റ്റർ അങ്ങാടിപ്പുറം, ഷബ്ന, വിധികർത്താക്കൾ തുടങ്ങിയവർ സംസാരിച്ചു. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ നിന്നായി 17 വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു. മാധ്യമപ്രവർത്തകരായ സത്താർ ആനമങ്ങാട്, കുളത്തൂർ മണികണ്ഠൻ, ഷമീർ രാമപുരം എന്നിവരായിരുന്നു വിധികർത്താക്കൾ. ഹൈസ്കൂൾ വിഭാഗത്തിൽ പരിയാപുരം സെന്റ് മേരീസ് ഹൈസ്കൂളിലെ മരിയ ബിജു 1ാം സ്ഥാനം കരസ്ഥമാക്കി. ചേരിയം ഗവൺമെന്റ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളായ ടി ഫാത്തിമ, ഐമൻ, ആയിഷ ഹിബ CP എന്നിവർ യഥാക്രമം 2ഉം 3ഉം സ്ഥാനങ്ങൾ നേടി. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ തിരൂർക്കാട് AM ഹയർ സെക്കൻഡറി സ്കൂളിലെ ടി ഫാത്തിമ ഹെൽനയാണ് വിജയി. അയ്യപ്പന്റെ മണ്ണിലേക്ക് ഇന്ത്യൻ പ്രസിഡന്റ്. ആത്മവിശ്വാസത്തിന്റെ പ്രതീകമായി അഭിനന്ദ് കളത്തിലേക്ക്. ഗൂഢാലോചനയുടെ ചുരുളഴിഞ്ഞ ശബരിമലയിലെ സ്വർണ്ണ കവർച്ച. ജീവന് വേണ്ടി ചോദിച്ച പലസ്തീൻ. ജപ്പാനിൽ ഇനി പെൺഭരണം. പത്മനാഭന്റെ മഴ ഇനിയൊരു പോർക്കളം. ഉറങ്ങാൻ കിടന്നിരുന്ന കുട്ടിയെ വീട്ടിൽ കയറി ആക്രമിച്ച് തെരുവുനായ. രാത്രി വീട്ടിലേക്ക് ഓടിക്കയറിയായിരുന്നു ആക്രമണം. കോളപ്പുറത്ത് ദേശീയപാത സർവീസ് റോഡിൽ ചരക്ക് ലോറി മറിഞ്ഞ് സ്ലാബ് തകർന്നു. വാർത്തകളെ വിശദമായി. ശബരിമലയിൽ സ്വർണ്ണമോഷണം. ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് കോടതി ഉത്തരവിട്ടു. ശബരിമലയിലെ സ്വർണ്ണമോഷണത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഏറ്റവും ഉന്നത മുതൽ ബോർഡിന്റെ ഏറ്റവും താഴെ തട്ടിലുള്ള ഓരോരുത്തരെയും പങ്ക് വിശദമായി അന്വേഷിച്ചു. കുളത്തൂർ നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ശ്രേയ T 2ാം സ്ഥാനവും ചെറുകുളമ്പ് IKT ഹയർ സെക്കൻഡറി സ്കൂളിലെ സൻഹ 3ാം സ്ഥാനവും നേടി. മത്സരങ്ങളിൽ വിജയിച്ച ആദ്യ 2 സ്ഥാനക്കാർ ജില്ലാതല വാർത്താ വായനാ മത്സരത്തിൽ പങ്കെടുക്കും. 2024 നടപ്പിലാക്കേണ്ട പെൻഷൻ പരിഷ്കരണം ഉടൻ പ്രഖ്യാപിക്കണമെന്ന് KSSPA കുമരംപുത്തൂർ മണ്ഡലം സമ്മേളനം ആവശ്യപ്പെട്ടു. നിയോജക മണ്ഡലം പ്രസിഡന്റ് K വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് VG ഡേവിഡ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കൗൺസിലർമാരായ അച്ഛൻ മാത്യു, KG ബാബു, V സുകുമാരൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ A അസൈനാർ, തോമസ് ആന്റണി, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് BP ശശികുമാർ, നിയോജക മണ്ഡലം സെക്രട്ടറി P ബാലഗോപാൽ, ട്രഷറർ ആലിക്കൽ ശിവദാസൻ, ജില്ലാ കൗൺസിൽ അംഗം സൈമൺ ജോർജ്, കമ്മിറ്റി അംഗം ബാബു എബ്രഹാം എന്നിവർ പ്രസംഗിച്ചു. VG ഡേവിഡിനെ പ്രസിഡന്റായും
BP മുഹമ്മദ് മുസ്തഫയെ സെക്രട്ടറിയായും ബിജു പോളിനെ ട്രഷററായും സമ്മേളനം തിരഞ്ഞെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. മണ്ണാർക്കാട് നഗരസഭയിലെ നികുതി പരിഷ്കരണം സമിതിയെ നിയോഗിക്കാൻ കൗൺസിൽ തീരുമാനം. മുൻകാല പ്രാബല്യത്തോടെ നികുതി പരിഷ്കരണം നടപ്പാക്കിയ തീരുമാനത്തിലാണ് സമിതി ചർച്ച നടത്തുക. രമ്യതയിൽ വിഷയം പരിഹരിക്കുന്നതിനുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന് ചെയർമാൻ സി മുഹമ്മദ് ബഷീർ. താഴേക്കോട് സ്വകാര്യ ബസ്സിൽ വയോധികനെ മർദ്ദിച്ച സംഭവം. ബിഡാത്തി സ്വദേശി ഷഹീർ ബാവയെ പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒളിവിലായിരുന്ന ഷഹീർ ബാവയെ തമിഴ്നാട് തേനിയിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. പുലാമന്തോൾ ബസ് സ്റ്റാൻഡിൽ KSRTC ബസ്സുകൾ കയറാൻ നിർദ്ദേശം. നവംബർ 1 മുതൽ ബസ്സുകൾ കയറി തുടങ്ങും. പഞ്ചായത്ത് പ്രസിഡന്റ് ഗതാഗത മന്ത്രിക്ക് നൽകിയ നിവേദനത്തെ തുടർന്നാണ് നടപടി. ആഫ്രിക്കൻ ഒച്ചുകളെ കൊണ്ട് പൊറുതിമുട്ടി അലനല്ലൂർ കാട്ടുകുളം പ്രദേശത്തെ ജനങ്ങൾ. വീടുകളിലേക്ക് ഒച്ചുകൾ അരിച്ചെത്തുന്നു. കിണറുകളിലെ വെള്ളം പോലും കുടിക്കാൻ കഴിയാത്ത അവസ്ഥയെന്ന് നാട്ടുകാർ. തദ്ദേശ തിരഞ്ഞെടുപ്പ്. കൊപ്പത്ത് LDF-ൽ സീറ്റ് തർക്കം. NCP നേതാവ് P. സുന്ദരൻ ഉൾപ്പെടെ ഒരു വിഭാഗം പ്രവർത്തകർ പാർട്ടി വിട്ട് തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നു. ലയനം PV അൻവർ പങ്കെടുത്ത യോഗത്തിൽ. ചെർപ്പുളശ്ശേരി ഉപജില്ലാ കലോത്സവം 29 മുതൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.